പോലീസിനെതിരെ നടി അൻസിബ. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്കും പാലാരിവട്ടം SHOയ്ക്കുമെതിരെയാണ് അൻസിബ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും KM ഉമേഷ് ചേരുന്നുണ്ട്. ഉമേഷ്, ഇപ്പോൾ പോലീസിനെതിരെ നടി അൻസിബ രംഗത്തെത്തിയിരിക്കുകയാണ്. സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന പരാതിയിൽ നടപടി എടുത്തിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടി എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഇപ്പോൾ അൻസിബ ഹർജി നൽകിയിരിക്കുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? കഴിഞ്ഞ മാസമാണ് അൻസിബ ഈ ലക്ഷ്മിപ്രിയക്കെതിരെ പരാതി നൽകിയിരുന്നത്. ലക്ഷ്മിപ്രിയയും യൂട്യൂബ് ചാനൽ ഉടമയ്ക്കെതിരെയും പരാതി നൽകിയിരുന്നു. പാലാരിവട്ടം പോലീസിനാണ് പരാതി നൽകിയത്. സോഷ്യൽ മീഡിയയിലൂടെ തന്നെ അപമാനിച്ചു, സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രവൃത്തിയാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതുകൊണ്ട് നടപടി സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു പാലാരിവട്ടം പോലീസിന് പരാതി നൽകിയത്. ഈ പരാതിയിൽ പോലീസ് കേസെടുത്തിരുന്നില്ല. കേസെടുക്കുന്ന സാഹചര്യം ചൂണ്ടിക്കാട്ടി അൻസിബ കോടതിയെ സമീപിച്ചു. കോടതിയിൽ ഈ പോലീസ് കേസെടുക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടിയുള്ള പരാതിയിൽ, ഹർജിയിൽ പോലീസിനോട് വിശദീകരണം ചോദിച്ചിരുന്നു. കേസെടുക്കാനാകില്ല എന്നുള്ളത് തന്നെയാണ് പോലീസ് കോടതിയിൽ ആവർത്തിച്ചത്. മാനനഷ്ട കേസിന്റെ പരിധിയിൽ വരുന്നതാണ്, അതുകൊണ്ട് കേസെടുക്കാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു പോലീസിന്റെ നിലപാട്. ഈ സാഹചര്യത്തിലാണ് അൻസിബ സിറ്റി പോലീസ് കമ്മീഷണർക്കും പാലാരിവട്ടം SHOയ്ക്കുമെതിരെ വീണ്ടും കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അൻസിബയുടെ ഈ ഹർജിയിൽ പറയുന്നത് പ്രകാരം ഇങ്ങനെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന പരാതി വന്നാൽ അത് FIR ഉടൻ രജിസ്റ്റർ ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. അത് ഭാരതീയ ന്യായ സംഹിതയിലെ 199(1)(c) പ്രകാരം ഇത്തരം പരാതികളിൽ ഉടൻ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തണം എന്നുള്ളതാണ്. അത് ചെയ്തിട്ടില്ല, അത് നിയമലംഘനമാണ് എന്ന് അൻസിബ ഈ കോടതിയുടെ നൽകിയ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നു. അങ്ങനെ നടപടിയെടുക്കാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ BNS-ലെ 218 പ്രകാരം കോടതിക്ക് നേരിട്ട് പ്രോസിക്യൂട്ട് ചെയ്യാൻ കഴിയും. ആ നടപടിയിലേക്ക് കോടതി പോകണം എന്നും ഈ ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അൻസിബയുടെ ഹർജി കോടതി ഫയലിൽ സ്വീകരിച്ചു. ഈ സാഹചര്യത്തിൽ മേലുദ്യോഗസ്ഥരോട്, അതായത് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്കും പാലാരിവട്ടം SHOയ്ക്കുമെതിരെ നടപടി ആവശ്യപ്പെട്ടുള്ള പരാതി ആയതിനാൽ ഇരുവരുടെയും മേലുദ്യോഗസ്ഥരോട് കോടതി വിശദീകരണം തേടിയിട്ടുണ്ട്. അൻസിബയുടെ ഈ ഹർജി അടുത്ത മാസം 5-ന് കോടതി വീണ്ടും പരിഗണിക്കും.